الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തു അഅറാഫിലെ 31-32 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുത്ബകളിലായി സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയാണ് നാം മനസ്സിലാക്കിയത്. സമ്പാദിക്കുന്ന ഓരോ സമ്പാദ്യവും ഹലാലായ വഴിക്ക് മാത്രമാകണമെന്നും പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ ഓരോന്നിന്റെയും കണക്ക് കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ളതാണ് നാം അതിലൂടെ ഗ്രഹിച്ച ഏറ്റവും വലിയ പാഠം. വരുമാന മാർഗത്തിൽ മാത്രമല്ല, ചെലവഴിക്കുന്ന മേഖലകളിലും തന്നെ ആ സൂക്ഷ്മത അനിവാര്യമാണ് എന്നത് അതിന് കൂടെ നാം ചേർത്തി വായിക്കേണ്ടതുണ്ട്. ഏതൊക്കെ രംഗത്ത് നാം ചെലവഴിക്കുന്നുവോ അവിടെയൊക്കെ മിതത്വം പാലിക്കാനാണ് പ്രമാണങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അത് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വേഷവിധാനങ്ങളിലാണെങ്കിലും മറ്റ് ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ മിതവ്യയമാണ് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. ഇസ്റാഫ്, അമിതവ്യയം ചെയ്യൽ, ധൂർത്തടിക്കുക എന്നത് റബ്ബിന് ഇഷ്ടമില്ല എന്നും
അങ്ങനെ ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നും വരെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്ലിഫീൻ, അതിൽ വിടുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല എന്ന് സൂറത്ത് അൻആമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഓതിവെച്ച ആയത്തിലും അല്ലാഹു പരിചയപ്പെടുത്തിയത് ഒന്ന് വേഷവും മറ്റൊന്ന് ഭക്ഷണവുമാണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ പള്ളികളിലും എല്ലാ നിസ്കാര വേളകളിലും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. അതേപോലെ ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് പറഞ്ഞുപോലെ തുസ്രിഫു, അവിടെയും അതിര് വിടാൻ പാടില്ല, അമിതമാകാൻ പാടില്ല എന്ന്. സദഖ ചെയ്യുന്നിടത്ത് പോലും അല്ലാഹു തആല പറഞ്ഞത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുമ്പോഴും അവിടെയും അതിര് വിടാവതല്ല, കമ്മിയാക്കാനും പാടില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിനും ഇടയിലുള്ളൊരു മധ്യമായ നിലപാടാണ് റബ്ബിന്റെ ശരിയായ ദാസന്മാർ ഇബാദുർ റഹ്മാൻ അവർ സ്വീകരിക്കുക എന്നാണ് അല്ലാഹു തആല അവിടെ പഠിപ്പിക്കുന്നത്. എല്ലാ രംഗത്തും ആ ഒരു സൂക്ഷ്മത, ഞാൻ തൊഴിച്ച പണമല്ലേ, എന്റെ സമ്പാദ്യമല്ലേ, എനിക്കിഷ്ടമുള്ള ചെയ്യാം എന്നതല്ല ഉണ്ടാവേണ്ട നിലപാട്. അല്ലാഹു നിശ്ചയിച്ചിരുന്ന അതിർ വരമ്പുകളെ പാലിച്ചുകൊണ്ടാണ് അവിടെയും നാം ഇടപഴകേണ്ടത് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ആ രംഗത്തുള്ള താക്കീതുകൾ വ്യത്യസ്തമായ മേഖലകൾ പറയുമ്പോൾ അവിടെയൊക്കെ അല്ലാഹു തആല അത് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം ഖിസാസിന് പോലും പ്രതിക്രിയ ചെയ്യുന്നിടത്ത് പോലും അല്ലാഹു തആല പറഞ്ഞു ഫലാ തുസ്രിഫ് ഫിൽ ഖത്ൽ, ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, അയാളുടെ വലിയിന് നാം ഒരു അധികാരം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അവിടെയും ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, എന്നാൽ ആ പ്രതിക്രിയയായി ചെയ്യുന്ന കൊലയിൽ പോലും അതിരുവിടാൻ പാടില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയും. അവിടെ എന്താണ് അതിരുവിടുക? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന് ജാഹിലിയ്യ കാലത്തെ രീതിയായിരുന്നു, ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ഘാതകനെ മാത്രമല്ല കൊല്ലുക, ഒരുപക്ഷെ അയാൾക്ക് പുറമെ ആ കുടുംബത്തിൽ നിന്ന് ഇത്ര പേരെ കൂടി കൊല്ലുമെന്ന് അന്ന് ചില ശൈലികൾ അന്നുണ്ടായിരുന്നു. ഒരാളെ കൊന്നതിന് പകരം കൊന്നവനെ കൊല്ലുകയും അതോടൊപ്പം ആ കൊന്നവന്റെ പിതാവിനെ, അവന്റെ ജ്യേഷ്ഠനെ, അവന്റെ മക്കളെ ഒക്കെ കൊല്ലുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ്യ കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവന്റെ തോതനുസരിച്ച്, നിലവാരമനുസരിച്ച് അങ്ങനെ ചില ശപഥങ്ങൾ ചെയ്യും. ആ കുടുംബത്തിൽ നിന്ന് 10 ആളെ കൊല്ലും, ആ കുടുംബത്തിൽ 100 ആളെ കൊല്ലും എന്നൊക്കെ ശപഥം ചെയ്യുന്ന രീതി അന്നുണ്ടായിരുന്നു. അതാണ് ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, ആ കൊലപാതകത്തിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇതല്ലെങ്കിൽ ആ ഘാതകനെ കൊല്ലുമ്പോഴും അവിടെയും പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടാകണം. അങ്ങനെ വിച്ഛേദനം ചെയ്യരുത്, അയാളെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന വ്യാഖ്യാനങ്ങളും ആ ആയത്തിന് നൽകപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പൊ എല്ലാ രംഗത്തുമുണ്ട് ഇസ്ലാമിൽ ഈ ഒരു കാഴ്ചപ്പാട് എന്നർത്ഥം. നബി തങ്ങൾ പറഞ്ഞു, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സത്യവിശ്വാസിയും ഒരു ആമാശയത്തിലേക്കാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ കപടവിശ്വാസിയും അവിശ്വാസിയും ഒക്കെ 7 ആമാശയങ്ങളിലേക്കാണ് അവൻ കഴിക്കുന്നത് എന്ന് നബി തങ്ങൾ പറയുന്ന ഹദീസ് കാണാൻ കഴിയും. ഭക്ഷണത്തിൽ പോലും ഒരു നിയന്ത്രണം, ഒരു ശ്രദ്ധ വിശ്വാസിക്ക് പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം. ഒന്നിനു മീതെ ഒന്നായ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കലല്ല ശരിയായ രീതി എന്നർത്ഥം. എന്താണ് തബ്ദീർ, എന്താണ് ഇസ്രാഫ് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, നിന്റെ ആവശ്യത്തിന് മേലെ നീ ചെയ്യലാണ് എന്നാണ്. ആവശ്യം സ്വാഭാവികമായും വ്യത്യസ്തമായിരിക്കാം, എല്ലാവർക്കും ഒരേ ആവശ്യമാകൂല. നമ്മുടെ ജീവിത രീതികളും സാഹചര്യങ്ങളും നമ്മുടെ ബന്ധങ്ങളും നാമുമായി ബന്ധപ്പെടുന്ന ആളുകളെ നിലവാരവും എല്ലാം അനുസരിച്ച് ആവശ്യങ്ങൾ സ്വാഭാവികമായി മാറി വരും. പക്ഷേ ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് നീ ചെയ്യുന്നുവെങ്കിൽ അതാണ് ഇസ്രാഫ് എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് നൽകുന്ന വിശദീകരണം. ആ ഒരു ശ്രദ്ധ എല്ലാ രംഗത്തും, അത് വീടെടുക്കുന്നിടത്ത് വലിയ വീടുണ്ടാക്കാൻ പാടില്ല എന്നല്ല, അത് ആവശ്യമുണ്ടോ അതെടുക്കാം. ഒരു ആവശ്യവുമില്ല, ആളുകളുമില്ല,
ഉപയോഗിക്കാനും ആളില്ല. വെറുതെ തന്റെ അഹങ്കാരത്തിന് വേണ്ടി മാത്രം കൊട്ടാര സമാനമായ വീടുകൾ കയറ്റിവിട്ട് അവസാനം താമസിക്കാനും ആളില്ല, ഉപയോഗിക്കാനും കഴിയുന്നില്ല, എല്ലാം പൂട്ടിയിടുന്ന സാഹചര്യമാണെങ്കിൽ അത് ഇസ്രാഫ് തന്നെയാണ്, അമിതവ്യയം തന്നെയാണ്. വസ്ത്രം നമുക്കാവാം, പക്ഷേ വെറുതെ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടുന്ന ശൈലിയാണെങ്കിൽ ഇസ്രാഫിന്റെ ഭാഗം തന്നെയാണ് എന്നാണ്. ആവശ്യമില്ലാത്തതിൽ ചെലവഴിക്കുക, അതാണ് ഇസ്രാഫ് എന്ന് പറയുക. എനിക്ക് എന്താണോ ആവശ്യം എനിക്കറിയാം, അതിനപ്പുറത്തേക്ക് കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടുക. എന്ത് കണ്ടാലും അതൊക്കെ ആവശ്യമാണെന്ന് തോന്നുക, അങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമെല്ലാം വാങ്ങിക്കൂട്ടുക. ഒരു ഫ്രീ ഉണ്ട് കേൾക്കുമ്പോഴേക്ക് ഓടിച്ചെല്ലുക, ഡിസ്കൗണ്ട് ഉണ്ട് കേൾക്കുമ്പോഴേക്ക് ഓടിച്ചെല്ലുക. ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും അവിടെ ഫ്രീ ആണത്രേ, അവിടെ പ്രത്യേക ആനുകൂല്യമാണത്രേ എന്ന് പറയുമ്പോഴേക്ക് ഒന്നാകെ പോയി വാരിക്കൂട്ടി കൊണ്ടുവരുന്ന, അതല്ലെങ്കിൽ ഇത്ര രൂപക്ക് വാങ്ങിയാൽ ഇത്ര ഫ്രീ ആണ് എന്ന് കേൾക്കുമ്പോഴേക്ക് ആവശ്യമുണ്ടെങ്കിലും ആ ബില്ലതിലേക്ക് എത്തിക്കാൻ വേണ്ടി വെറുതെ വാങ്ങിക്കൂട്ടുന്ന സമ്പ്രദായങ്ങൾ, ഇന്നത്തെ ഷോപ്പിംഗ് കൾച്ചറുകൾ പലപ്പോഴും അതിലേക്കാണ് പോകുന്നത്. എല്ലാം ഡിസ്പ്ലേ വെച്ച് അതിൽ കയറി നമുക്ക് ആവശ്യമില്ലെന്നാലും ഓരോന്ന് കാണുമ്പോൾ തിരക്കുകളില്ല, വാങ്ങിക്കൊണ്ടുപോകാം. ഒരുപക്ഷെ ഉപയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ച് ബാക്കി അങ്ങനെ ഷോക്കേസിൽ വെച്ച് വെറുതെ തന്റെ ഒരു ദുരഭിമാനം, അഹങ്കാരം, പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലികൾ, അതൊക്കെ ഇസ്രാഫിന്റെ ഭാഗം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ എന്ന് പറഞ്ഞ, നീ ഒരിക്കലും അമിതവ്യയം ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്ന് പറഞ്ഞ വാക്കിനെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്ലിഫീൻ, അല്ലാഹു തആല അമിതവ്യയം ചെയ്യുന്നവർ ഇഷ്ടപ്പെടുകയില്ല എന്ന വാക്കുകൂടി രണ്ടും ചേർത്ത് വെക്കുമ്പോൾ പടച്ച റബ്ബിന് ഇഷ്ടമില്ല, അതോടൊപ്പം പിശാചിന്റെ സഹോദരന്മാരാണ്, കൂട്ടുകാരാണ് അവർ എന്ന് പറയുമ്പോൾ അറിയാതെ ആ വഴിയിലേക്ക് പെട്ടുപോകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്ര ഡ്രസ്സുണ്ട് നമുക്ക് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാൻ പോലും കഴിയില്ല, അത്രയേറെ ആവശ്യമുള്ളത് നോക്കിയിട്ടല്ല ഓരോന്നിനും അങ്ങനെ വസ്ത്രം വാങ്ങിക്കൂട്ടി അങ്ങനെ മേൽക്കുമാര വെക്കുന്ന സമ്പ്രദായങ്ങൾ. ഭക്ഷണപദാർത്ഥങ്ങളാണെങ്കിൽ കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ടുക, പകുതിയിലേറെ വേസ്റ്റ് ആക്കുക, എല്ലാം കൊണ്ടുപോയി തള്ളുക. ഇതൊന്നും വിശ്വാസികളുടെ നിലപാടല്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞല്ലോ. ആദമിന്റെ പുത്രൻ മനുഷ്യർ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ദുഷിച്ച പാത്രം അവന്റെ വയറാകുന്നു എന്നാണ്. വയറിനേക്കാൾ ദുഷിച്ചൊരു പാത്രവും മനുഷ്യൻ നിറക്കുന്നില്ല. ഒരു മനുഷ്യന് അവന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണമേ യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമുള്ളൂ. നട്ടെല്ല് നേരെ നിൽക്കണം, നിവർന്നു നിൽക്കണം, അധ്വാനിക്കാൻ കഴിയണം. അതിനു വേണ്ടുന്ന ഏതാനും പിടി ഭക്ഷണമേ ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. ഇനി അതിൽ തൃപ്തിപ്പെടാൻ കഴിയില്ലേ എങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് വായുവിന്, ആ രൂപത്തിലാകട്ടെ അവൻ ഭക്ഷണം സെറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അതിനപ്പുറമുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നർത്ഥം. കുലു വസ്റബു വലാ തുസ്രിഫു എന്ന സൂറത്ത് അഅറാഫിലെ ഓതി വെച്ച വചനം, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക, വലാ തുസ്രിഫു അമിതമാകാൻ പാടില്ല, ഹറാമാണ് എന്ന അർത്ഥത്തിലല്ല എന്നാണ്. അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഹറാം എന്ന അർത്ഥത്തിലല്ല, എന്നാൽ തൻസീഹിന്റെ ഒഴിവാക്കണമെന്ന അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ശൈലിയാണ് റബ്ബോട് ഉപയോഗിച്ചത് എന്നാണ് ഖുർആൻ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അവിടേക്ക് ശ്രദ്ധ ആവശ്യമുണ്ട് എന്നർത്ഥം. എന്താണെങ്കിലും എല്ലാ രംഗത്തും ഒരു സൂക്ഷ്മത, ഒരു ശ്രദ്ധ. വിശ്വാസിയാണ് ഞാൻ, മുഅ്മിനാണ് ഞാൻ, സ്വർഗമാണ് ലക്ഷ്യമാക്കുന്നത്, പടച്ച റബ്ബിൽ വിശ്വാസമുള്ളവനാണ് എന്ന ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിലെ എല്ലാ രംഗത്തും, സമ്പാദിക്കുന്നിടത്താണെങ്കിലും ചെലവഴിക്കുന്നിടത്താണെങ്കിലും, അതിന് സമ്പത്ത് മാത്രമല്ല മറ്റുള്ള ഏത് രംഗത്തും സമയം ചെലവഴിക്കുന്നിടത്ത്, അങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലയൊക്കെ ഞാനത് ചെയ്യേണ്ടതാണോ, എനിക്കത് ആവശ്യമുള്ളതാണോ, എനിക്കത് ന്യായമായും അവകാശപ്പെട്ടതാണോ എന്ന് നോക്കിയിട്ട് വേണം ആ രംഗത്തൊക്കെ ഇടപെടൽ ഉണ്ടാകാൻ എന്നാണ്. അതുകൊണ്ട് അത്തരമൊരു ശ്രദ്ധ, ഒരു സൂക്ഷ്മത, അത്ര ഒരു നല്ല ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മുൻഗാമികളൊക്കെ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ കാണാൻ കഴിയും. വിശപ്പ് മാറിയാൽ ഭക്ഷണം കഴിച്ചാൽ അതിന് മീത ഭക്ഷണം കഴിക്കൽ ഇസ്രാഫാണെന്ന് ഉമർ ഖത്താബിന്റെ വാചകം കാണാൻ പറ്റും. എന്താ ഇസ്രാഫ് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറി, ഇനിയും കഴിക്കാൻ മേലെ എന്തിനാ, ഒന്നുമില്ല, അത് ശരി
ശരിയല്ല, അത് ഇസ്രാഫാണ് എന്ന തരത്തിൽ ഉമർ ഖത്താബ് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ധാരാളമായി മുൻഗാമികൾ ഇമാം ഷാഫിയെ പോലെ ഇമാം മാലിക്കിനെ പോലൊക്കെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ രംഗത്ത് വ്യത്യസ്തങ്ങളായ അധ്യാപനങ്ങൾ, താക്കീതുകൾ അന്നത്തെ ആളുകൾക്ക് നൽകിയതായി അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്താണ് അവിടെ ന്യായമായ അവകാശമുള്ളത് എന്ന് മനസ്സിലാക്കി ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ എത്ര സമ്പാദിച്ചാലും മതിയാകാത്ത സാഹചര്യം ഉണ്ടാകും, എത്ര അധ്വാനിച്ചാലും കാര്യങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യം ഉണ്ടാകും. അധ്വാനിക്കുന്നുണ്ട്, എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എന്നും കടത്തിലാണ്, എന്നും പ്രയാസമാണ്, ജീവിതമെന്നും ബുദ്ധിമുട്ടാണ്. അവസാനം നാട്ടിൽ മാന്യമായ ജോലി ഉണ്ടായിട്ട് പോലും തികയാതെ വരുമ്പോൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോലും പോകേണ്ടി വരുന്നു. കാരണം എന്താ? ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ടല്ല, പട്ടിണി കിടന്നിട്ടല്ല. നമ്മുടെ കിബറും നമ്മുടെ പൊങ്ങച്ചവും നമ്മുടെ ലോകമാന്യവും അതെല്ലാം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമ്പാദ്യം മതിയാകാതെ വരുമ്പോൾ നാടും വീടും കുടുംബവും പോലും ഒഴിവാക്കി ഇതേ രാജ്യങ്ങളിൽ ചെന്ന് എല്ലുമുറിയെ പണിതിട്ട് എന്നാലും കടം ബാക്കി അവസാനം എല്ലാ രോഗവും തിരിച്ചു വന്നിട്ട് പിന്നെയും സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാരി വദ്ദിർഹം, ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ. അവൻ വലഞ്ഞത് തന്നെയെന്നാണ്, അവൻ കുഴങ്ങിയത് തന്നെയെന്നാണ്. ദീനാറും ദിർഹമിനും അടിമപ്പെട്ടാൽ ഓരോ സമാധാനം ഉണ്ടാവില്ല, ആശ്വാസം ഉണ്ടാവില്ല. അവന്റെ ക്ഷീണവും അവന്റെ കുഴക്കും മാറിയ സാഹചര്യം ഉണ്ടാവില്ല. തഈസ അബ്ദുദ്ദീനാരി വദ്ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ അവൻ തുലഞ്ഞു, അവൻ കുഴങ്ങി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ, നമ്മൾ അബ്ദുദ്ദീനാറാകാൻ പാടില്ല. സമ്പത്ത് വേണം, പക്ഷേ സമ്പത്തിന്റെ അടിമയായിക്കൂടാ. സൗകര്യങ്ങൾ വേണം, പക്ഷെ അതിന്റെ അടിമയായിക്കൂടാ. ദുനിയാവല്ല നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തൻസ നസീബക ഫിദ്ദുനിയ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചു, പടച്ചറപ്പ് നിനക്ക് നന്മകൾ ചെയ്തു തന്നു, അതുപോലെ നീയും നന്മകൾ ചെയ്യുക മറ്റുള്ളവർക്ക്. എന്നാൽ വലാ തൻസ നസീബക ഫിദ്ദുനിയ, ദുനിയാവിലെ നിന്റെ വിഹിതം നീ മറക്കേണ്ടതില്ല. ദുനിയാവിലൊന്നും വേണ്ട എന്നല്ല, വീട് വേണ്ട, സൗകര്യം വേണ്ട, ഭക്ഷണം വേണ്ട, സമ്പാദ്യം വേണ്ട എന്നൊന്നുമല്ല, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ അതായിക്കൂടാ മുഖ്യ അജണ്ട. ഇത് ഞങ്ങളെ പ്രാർത്ഥനയിൽ കാണാമല്ലോ, അല്ലാഹുവേ ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത ദുനിയാവാക്കല്ല റബ്ബേ എന്നാണ്. ലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിനാ, ദുനിയാവിനെ അക്ബർ ഹമ്മാക്കല്ല. ഏറ്റവും വലിയ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, ഏറ്റവും വലിയ ടെൻഷൻ ദുനിയാവിന്റെ കാര്യത്തിൽ അല്ല. അതല്ല വിശ്വാസിക്ക് റബ്ബേ സ്വർഗം കിട്ടുമോ, ഈമാനോട് മരിക്കാൻ കഴിയുമോ, നരകത്തിൽ പോകേണ്ടി വരുമോ? ഇതാണ് ഒരു വിശ്വാസിക്ക് അക്ബർ ഹമ്മ്, ഏറ്റവും വലിയ ചിന്ത, ഏറ്റവും വലിയ ടെൻഷൻ അക്കാര്യത്തിലാകണം. അതല്ലാതെ ദുനിയാവിന്റെ കാര്യത്തിൽ അക്ബർ ഹമ്മാണെങ്കിൽ അവന്റെ ഹമ്മ് തീർക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. എത്ര കിട്ടിയാലും പ്രയാസങ്ങൾ തീരുകയില്ല. നബി തങ്ങൾ പറഞ്ഞു, ആദമിന്റെ മകന് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടായാൽ ഒരു മലയൊന്നാകെ സ്വർണമാക്കിയിട്ട് ഒരു മനുഷ്യനെ കിട്ടിയാലും അവൻ ആഗ്രഹിക്കും ഒന്നുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പുറത്തെ മല കൂടി സ്വർണമായി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുകയുള്ളൂ. അവന്റെ വായിൽ മണ്ണല്ലാതെ നിറയുകയില്ല എന്നാണ്. മണ്ണിലേക്ക് വായ വെക്കുമ്പോളം മരിച്ച മണ്ണടിയോളം ആ ആഗ്രഹം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മറ്റു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, യഹ്റുമു ഇബ്നു ആദമ വയശിബ്ബു മിൻഹു ഇസ്നാനി, ആദമിന്റെ മക്കൾക്ക് പ്രായം കൂടും, പക്ഷേ രണ്ടു കാര്യം എന്നും യുവത്വത്തിലായിരിക്കുന്നതാണ്. അവന് പ്രായം കൂടുന്നുണ്ട്, വയസ്സാകുന്നുണ്ട്, പക്ഷേ രണ്ടു കാര്യത്തിൽ വയസ്സാകൂല. ആ രണ്ട് കാര്യം എന്നും ശബാബായി യുവത്വത്തിലുണ്ടാകും. അൽ ഹിർസു അലൽ ഉംരി വൽ ഹിർസു അലൽ മാൽ, ഒന്ന് സ്വത്തിനോടുള്ള ആർത്തി, രണ്ട് ആയുസ്സിനോടുള്ള ആർത്തി. എത്ര ആയുസ് കിട്ടിയാലും പിന്നെയും കുറെ ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹം ഉണ്ടാവുക. എത്ര സമ്പാദ്യമുണ്ടായാലും ഇനിയും അധികം സമ്പാദിക്കാനാണ് മനുഷ്യൻ താല്പര്യം ഉണ്ടാവുക. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയുടെ ഭാഗമായി തന്നെയാണ് എന്നാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ രംഗത്തും ഒരു അടുക്കും ചിട്ടയും ഹക്കും ബാത്തിലും നോക്കി, ഹറാമും ഹലാലും നോക്കി, അല്ലാഹു റസൂലും പഠിപ്പിച്ച അതിർ വരമ്പുകളെ പാലിച്ചുകൊണ്ട് സമ്പാദ്യ രംഗത്താണെങ്കിലും ചെലവഴിക്കുന്നിടത്താണെങ്കിലും ഒക്കെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ രണ്ടിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കയ്യിൽ വന്ന ഓരോ കാശിനും കണക്ക് കൊടുക്കേണ്ടതുണ്ട്, ചെലവഴിച്ച ഓരോ കാശിനും കണക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന ആ ബോധത്തോടു കൂടി മാത്രം ജീവിതത്തെ ക്രമീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാ രംഗത്തും ഒരടുക്കും ചിട്ടയും അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടേതല്ലാത്ത പണം കൈകാര്യം ചെയ്യുമ്പോൾ, നമ്മുടേതല്ലാത്ത സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ കുറച്ചുകൂടെ ശ്രദ്ധ ആവശ്യമാണ്. അത് തന്നെ സമൂഹത്തിൻ്റെതാണ് എങ്കിൽ, പൊതുവായതാണ് എങ്കിൽ, ദീനിയായതാണ് എങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. പൊതുവായ സമ്പത്തുകൾ, പള്ളിയുടെ വസ്തുക്കൾ, ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച വസ്തുക്കൾ, അതിന്റെ പണം, അവിടുത്തെ മറ്റു സൗകര്യങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒന്നുകൂടെ സൂക്ഷ്മതയും ശ്രദ്ധയും അവിടെ ആവശ്യമാണ്. നബി തങ്ങൾ വുളൂ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കഴുകിക്കൊണ്ട് വുളൂ ചെയ്തിട്ടുണ്ട്. എല്ലാ അവയവും ഒറ്റ തവണ കഴുകി നബി തങ്ങൾ വുളൂ ചെയ്തു. 2 തവണ കഴുകിയിട്ടും വുളൂ ചെയ്തു. 3 തവണ കഴുകിയിട്ടും വുളൂ ചെയ്തു. നബിയുടെ സാധാരണ പതിവ് 3 പ്രാവശ്യം കഴുകലാണ്. അതാണ് അഫ്ളൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുമ്പോൾ 4 പ്രാവശ്യം കഴുകി എന്നൊരു ഹദീസിലുമില്ല. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിലേറെ അപ്പുറം പോകരുത് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും വൃത്തിയായിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്ന ധാരണയിൽ അതിനപ്പുറത്തേക്ക് കഴുകിയ ഒരു സംഭവം പോലും നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നില്ല. ഒരു സ്വാഇ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചുവെന്ന് ഹദീസിലുണ്ട്. ഒരു സ്വാഇ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ, അതാ ഒരു സ്വാഇ. 2 ലിറ്റർ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചു. അതിന്റെ 4-1 ഒരു മുത്ത് കൊണ്ട് നബി തങ്ങൾ വുളൂ ചെയ്തു. 2 കൈയും കൂട്ടിപ്പിടിച്ച് വാരിയാൽ കിട്ടുന്ന ഒരു കോരലിനാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ആ വെള്ളം കൊണ്ട് വുളൂ ചെയ്തു. ചിലപ്പോൾ അതിന്റെ പകുതി കൊണ്ടും നബി തങ്ങൾ വുളൂ ചെയ്തു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവിടെ വരികയും അദ്ദേഹത്തോട് ചില സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആ കൂട്ടത്തിൽ ചോദിച്ച സംശയമായിരുന്നു, ഒരാൾക്ക് കുളിക്കാൻ ആവശ്യമായ വെള്ളം എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, ഒരു സ്വാഇ മതി. അപ്പൊ ഈ ചോദ്യകർത്താവ് പറഞ്ഞു, ലാ യക്ഫീനി, എനിക്കത് മതിയാവുകയില്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നേക്കാൾ കൂടുതൽ മുടിയുള്ളവരും നിന്നേക്കാൾ ഖൈറായവരുമായവർക്ക് ഒരു സ്വാഇ മതിയായിട്ടുണ്ട്, പിന്നെന്താ നിനക്ക് മതിയാകാത്തത്? യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ്. അപ്പൊ അവിടെ പോലും ഒരു അടുക്കും ചിട്ടയും വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ, പള്ളിയിലാകുമ്പോഴോ പൊതുവായ വെള്ളമാണ്. യഥേഷ്ടം ടാപ്പ് തുറന്നിട്ട് വെള്ളം ആകെ ദൂർത്തടിച്ചു കളയുന്ന, അമിതവ്യയം ചെയ്യുന്ന രീതി പൊതുസ്ഥലത്ത് ഏതായിരുന്നാലും പാടില്ല. അത് വെള്ളം കുറവായതുകൊണ്ടല്ല. പലപ്പോഴും എങ്ങനെയാ പറയാ, വെള്ളം കുറവാണ്, കരുതി ഉപയോഗിക്കണം. വെള്ളം എത്ര ഉണ്ടെങ്കിലും കരുതി ഉപയോഗിക്കണം. നബി തങ്ങൾ പറഞ്ഞു, വെള്ളത്തിന്റെ ദൂർത്തിനെ, അമിതവ്യയത്തെ നീ ശ്രദ്ധിക്കണം. വലൗ കുന്ത അലാ നഹ്രിൻ ജാർ, ഒഴുകുന്ന ഒരു അരുവിയിലാണെങ്കിൽ, ഒഴുകുന്ന നദിയിൽ നിന്നാണ് കുളിക്കുന്നത്, നദിയിൽ നിന്നാണ് വുളൂ ചെയ്യുന്നത്, വെള്ളമേലാലും ഒഴുകിപ്പോവുകയാണ്, ഇതെന്താ നോക്കാൻ അല്ല, അവിടെ പോലും നീ ശ്രദ്ധിക്കണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ പറയുന്നു, പിശാചിന്റെ കൂട്ടത്തിന് ചില പിശാചുക്കളുടെ ദൗത്യം തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാർക്ക് വസ്വാസം ഉണ്ടാക്കാതാണ്. കുളിക്കുന്നിടത്ത്, വുളൂ ചെയ്യുന്നിടത്ത്, വസ്ത്രമലക്കുന്നിടത്തൊക്കെ പ്രത്യേകമായി വസ്വാസം ഉണ്ടാക്കാൻ പ്രത്യേകമായി ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട പിശാചുക്കളുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്.
അത്രയേറെ ഗൗരവമായിട്ടാണ് അവരൊക്കെ അതിനെ കണ്ടത് എന്നർത്ഥം. അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം. പള്ളിയിലെ ഫാന്, പള്ളിയിലെ ലൈറ്റ്, അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധ ആവശ്യമുണ്ട്. യഥേഷ്ടം എന്താപ്പോ ഇഷ്ടംപോലെ ഉപയോഗിച്ചൂടെ എന്നല്ല, അതൊക്കെ അവിടേക്ക് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. പൊതുവായ സ്വത്താണ്, ദീനിനു വേണ്ടി ആളുകൾ സംഭാവനയായി നൽകുന്നതാണ്, നിസ്കരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഉപയോഗിക്കാനാണ് ഫാനും ലൈറ്റും എസിയും ഒക്കെ വെച്ചത്. എന്നാലും അതൊക്കെ ഉപയോഗിക്കുന്നിടത്ത് സൂക്ഷ്മത, ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ എല്ലാ രംഗത്തും ഒരു അടുക്കും ചിട്ടയും വെച്ചു പോയാൽ ജീവിതം പ്രയാസമില്ലാതായി മാറും. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓടിത്തളരുക എന്നല്ലാതെ ഒരിക്കലും അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരിക്കലും കഴിയുകയുമില്ല. അവന്റെ ആയുസ് മുഴുവൻ അതിന്റെ പിന്നാലെ ഓടി എല്ലാം നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യുമെന്നത് നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതോടൊപ്പം അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരായി മാറും, പിശാചിന്റെ കൂട്ടാളികളായി മാറും. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ഒരു പക്ഷേ അത് തന്നെ മതിയാകാം. ആ ഒരു തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.